നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും രാവിലെയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ഒരു ദിവസം ആശംസിക്കുകയാണ്. നല്ലൊരു രാവിലെ ആയിരിക്കട്ടെ എല്ലാവർക്കും. ഒരുപാട് വാർത്തകളുള്ള ഒരു ദിവസം കൂടിയാണ് ഇന്ന്. അതിലേക്കൊക്കെ നമുക്ക് വിശദമായി തന്നെ പോകാം. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഡൽഹിയിൽ ഇന്ന് പ്രധാനമന്ത്രിയെ കാണും. മോദിയുമായി കൂടിക്കാഴ്ച സേവാതീർത്തിലെ ഓഫീസിൽ രാവിലെ 11:15. മുഖ്യമന്ത്രിയായ ശേഷം ആദ്യ കൂടിക്കാഴ്ച ധനമന്ത്രി നിർമ്മല സീതാരാമനെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും കാണും. പോലീസിന് പിന്നാലെ വിജിലൻസിലും അഴിച്ചുപണിയുടൻ. ആഭ്യന്തരമന്ത്രി വിളിച്ച വിജിലൻസ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന്. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനത്തിൽ പുനരന്വേഷണ റിപ്പോർട്ട് ഇന്ന് ലഭിക്കും. 5 പ്രതികളെയും സസ്പെൻഡ് ചെയ്തേക്കും. ഗൺമാന്മാരുടെ മുൻകൂർ ജാമ്യാപേക്ഷ ആലപ്പുഴ കോടതി പരിഗണിക്കും. തലസ്ഥാനത്തെ സംഘർഷത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് SFIയുടെ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച്. SFI KSU ഏറ്റുമുട്ടൽ കേരള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിന് പിന്നാലെ. ആഹ്ലാദ പ്രകടനത്തിലേക്ക് KSU പ്രവർത്തകർ കല്ലെറിഞ്ഞെന്ന് SFI നേതാക്കൾ. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി VHSC പരീക്ഷാഫലം ഇന്ന്. ഫലപ്രഖ്യാപനം വൈകിട്ട് 3-ന്. ഫലമറിയാൻ 4.5 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾ. +1 പ്രവേശനത്തിന് അധിക സീറ്റുകളും ബാച്ചുകളും അനുവദിച്ച സർക്കാർ. സീറ്റുകളുടെ എണ്ണം ഉയർത്തിയത് 9 ജില്ലകളിൽ. തെക്കൻ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ യെല്ലോ അലർട്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കർണാടകയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് സമ്മർദ്ദം ശക്തമാക്കി DK ശിവകുമാർ. പ്രശ്നപരിഹാരത്തിനായി മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും ഡൽഹിയിൽ. ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ച രാവിലെ. ഇന്ന് അറഫ സംഗമം. ഹാജിമാർ മക്കയിൽ നിന്ന് അറഫാത്തിലേക്ക്. ഹജ്ജിനെത്തിയത് ലോകമെമ്പാടുമുള്ള 18 ലക്ഷത്തോളം വിശ്വാസികൾ. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. മുഖ്യമന്ത്രിയായ ശേഷം പ്രധാനമന്ത്രിയുമായുള്ള വി ഡി സതീശന്റെ ആദ്യ കൂടിക്കാഴ്ചയാണിത്. പ്രധാനമന്ത്രിയുടെ സേവാതീർത്തിലെ ഓഫീസിൽ രാവിലെ 11:15 കൂടിക്കാഴ്ച. ഉച്ചയ്ക്ക് ശേഷം ധനമന്ത്രി നിർമ്മല സീതാരാമനെയും മുഖ്യമന്ത്രി കാണും. ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി നാളെ കൂടിക്കാഴ്ച നടത്തിയ ശേഷമാകും മുഖ്യമന്ത്രിയുടെ മടക്കം. TG സജിത്ത് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സജിത്ത്, മുഖ്യമന്ത്രിയായ ശേഷം വി ഡി സതീശൻ ആദ്യമായി പ്രധാനമന്ത്രിയെ സന്ദർശിക്കുകയാണ്. എന്തൊക്കെ കാര്യങ്ങളാകും പ്രധാനമായി ചർച്ചയാകാനുള്ള സാധ്യത? ഒന്നാമത്, കേരളം വലിയ തരത്തിലുള്ള ധനപ്രതിസന്ധി നേരിടുന്നു എന്ന് പറയുന്നുണ്ട്. ഇതിനെപ്പറ്റിയൊക്കെ ചർച്ചയാകാനുള്ള ഒരു സാധ്യതയുണ്ടല്ലേ? അനുശ്രീ, ഗുഡ് മോർണിംഗ്. എന്തായാലും ആ തരത്തിലുള്ള ചർച്ചകളാണ് പ്രതീക്ഷിക്കുന്നത്. വി ഡി സതീശൻ അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷം ഒരു വട്ടം അദ്ദേഹം ഡൽഹി യാത്ര നടത്തിയെങ്കിലും അന്ന് പ്രധാനമന്ത്രിയെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. പുതിയ മുഖ്യമന്ത്രിമാർ പ്രധാനമന്ത്രിയുമായി കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധികളുമായുള്ള കൂടിക്കാഴ്ച ഒരു പതിവ് രീതിയാണ്. പക്ഷേ ഇത്തവണ അദ്ദേഹത്തിൻ്റെ ആദ്യ സന്ദർശനം എന്ന പ്രത്യേകതയുണ്ട്. പ്രധാനമന്ത്രിയുമായി അദ്ദേഹത്തിന് 11:30 സമയം അനുവദിച്ചിരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വി ഡി സതീശൻ കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്തിൻ്റെ വികസന വിഷയങ്ങൾക്കുള്ള പിന്തുണ തേടും. ഒപ്പം മറ്റേതൊക്കെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ചയാവുമെന്ന കാര്യം ഇപ്പോഴും ഒരു സസ്പെൻസ് എന്നതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസൊക്കെ പങ്കുവയ്ക്കുന്ന കാര്യം. ഇന്നലെ മുഖ്യമന്ത്രി വി ഡി സതീശനും പറഞ്ഞത് തന്നെയാണ്. അതിന് പുറമെ അദ്ദേഹം ധനമന്ത്രി അടക്കമുള്ളവരുമായുള്ള കൂടിക്കാഴ്ചയുണ്ട്. നിർമ്മല സീതാരാമനെ കാണും. ഒപ്പം തന്നെ നാളെ അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ച. ഈ തരത്തിലാണ് ക്രമീകരണങ്ങൾ നടത്തിയിരിക്കുന്നത്. സംസ്ഥാനത്ത് ബജറ്റ് അവതരിപ്പിക്കണം. കേരളത്തിലെ മുഖ്യമന്ത്രി മറ്റു വകുപ്പുകൾക്കൊപ്പം ധനവകുപ്പിൻ്റെ കൂടി ചുമതലയുള്ള വ്യക്തിയാണ് വി ഡി സതീശൻ. അതുകൊണ്ട് ധനകാര്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച ആ തരത്തിൽ കൂടി നിർണായകമാണ്. സംസ്ഥാനത്തിൻ്റെ പൊതുവായ വികസന വിഷയങ്ങൾക്കപ്പുറം ഏതെങ്കിലും പ്രത്യേകമായ വിഷയങ്ങളിലേക്ക് ചർച്ചകൾ കടന്നു വരുമോ എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ആദ്യ കൂടിക്കാഴ്ചയിൽ സാധാരണ അത്തരം വിഷയങ്ങളൊന്നും കടന്നു വരാറില്ല. പൊതുവായ കാര്യങ്ങൾ പങ്കുവയ്ക്കപ്പെടുക മാത്രമാണ് ഉണ്ടാവുക. ഒരു സൗഹൃദ സന്ദർശനം എന്ന രീതിയിലാണത് നടക്കാറുള്ളത്. ഇത്തവണയും അതുതന്നെയാണ് സാധ്യത. എന്നാൽ ധനമന്ത്രിയും അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചയിൽ മറ്റു വിഷയങ്ങൾ കൂടി കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് സംസ്ഥാനത്തിന് ഇത്തവണ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള തീരുമാനം നേരത്തെ തന്നെ വന്നതാണ്. അപ്പോൾ ആ തരത്തിലുള്ള വിഹിതങ്ങൾ പങ്കിടൽ സംബന്ധിച്ചുള്ള ധനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ പ്രധാനപ്പെട്ട വിഷയങ്ങൾ കടന്നു വരാൻ സാധ്യതയുണ്ട്. ഒപ്പം തന്നെ കേരളത്തിൽ
കെയറെയിലിന് ബദലായ പുതിയ റെയിൽവേ പദ്ധതി പ്രഖ്യാപനമൊക്കെ മനസ്സിലുണ്ട് എന്ന കാര്യം പുതിയ മുഖ്യമന്ത്രി സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ അത്തരം എന്തെങ്കിലും വലിയ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആശയവിനിമയങ്ങളോ മറ്റോ നടക്കാനുള്ള സാധ്യതയുണ്ടോ എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യമന്ത്രി വി.ഡി. സതീശനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് രാഷ്ട്രീയ പ്രാധാന്യമേറെയാണ്. ഇന്ന് രാവിലെ 11 മണിയോടെ ആ കൂടിക്കാഴ്ച ഡൽഹിയിൽ നടക്കും. അതിനുശേഷം അദ്ദേഹം ഡൽഹിയിൽ തന്നെ മാധ്യമങ്ങളെ കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, ടി.ജി. സജിത്താണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ കേരള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിന് പിന്നാലെ തിരുവനന്തപുരത്ത് SFI KSU പ്രവർത്തകർ തമ്മിൽ സംഘർഷം. SFIയുടെ ആഹ്ലാദ പ്രകടനത്തിനിടെയാണ് ആദ്യം സംഘർഷമുണ്ടായത്. KSU പ്രവർത്തകർ കല്ലെറിഞ്ഞെന്നും പോലീസ് വാഹനം ആക്രമിച്ചെന്നും SFI പ്രവർത്തകർ ആരോപിച്ചു. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കേരള സർവകലാശാല യൂണിയൻ SFI നിലനിർത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് സംഘർഷം. സംഘർഷത്തിൽ പ്രതിഷേധിച്ച് SFI പ്രവർത്തകർ ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും. ഇന്നലെ രാത്രിയോടെയായിരുന്നു കേരള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് SFI KSU പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടാകുന്ന സാഹചര്യമുണ്ടായത്. SFIയുടെ ആഹ്ലാദ പ്രകടനത്തിനിടെയായിരുന്നു ആദ്യം സംഘർഷമുണ്ടായത്. KSU പ്രവർത്തകർ കല്ലെറിഞ്ഞെന്നും പോലീസിന്റെ വാഹനം ആക്രമിച്ചെന്നുമാണ് SFI പ്രവർത്തകർ ആരോപിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട്. സാരംഗ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രിയോടെ വലിയ തരത്തിലുള്ള സംഘർഷമാണ് ഈ കേരള സർവകലാശാലയിൽ ഉണ്ടായത്. എന്തായിരുന്നു ഈ സംഘർഷത്തിന് പിന്നിലുണ്ടായ പ്രധാന കാരണം എന്നത് വ്യക്തമാണോ? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? മനസ്സിലെ കഴിഞ്ഞ ദിവസമായിരുന്നു കേരള സർവകലാശാലയിലെ തെരഞ്ഞെടുപ്പ്, സെനറ്റിലേക്കുള്ളതും യൂണിയനുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. അതിൽ വലിയ രീതിയിലുള്ള മൃഗീയ ഭൂരിപക്ഷത്തിൽ SFIക്ക് വിജയം ലഭിക്കുകയുണ്ടായി. അതിനുശേഷം ഉണ്ടായിരുന്ന ആഹ്ലാദ പ്രകടനത്തിന്, അതായത് രാത്രിയോടുകൂടിയായിരുന്നു ഈ ഒരു സർവകലാശാല ആസ്ഥാനവും അതിന്റെ പരിസരവുമായി ബന്ധപ്പെട്ട് SFIയുടെ ആഹ്ലാദ പ്രകടനവും മറ്റുമുണ്ടായിരുന്നു. അതിലേക്കാണ് പിന്നീട് KSU പ്രവർത്തകരുമായി ഒരു പ്രകോപനം ഉണ്ടാവുകയും പിന്നെ വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തത്. തുടക്കത്തിൽ തന്നെ കല്ലേറും മറ്റു കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതിനു മുൻപ് സെനറ്റ് തെരഞ്ഞെടുപ്പിൽ തന്നെ ഇരു വിഭാഗങ്ങളും തമ്മിൽ മുദ്രാവാക്യം വിളിയും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രോശവും അടക്കം ഉണ്ടായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. അതിനുശേഷം ഈ ആഹ്ലാദ പ്രകടനത്തിനിടയിലേക്ക് KSU പ്രവർത്തകർ അക്രമമായി എത്തിയെന്നാണ് SFI പ്രവർത്തകർ ആരോപിക്കുന്നത്. KSU പ്രവർത്തകർ തിരിച്ചും ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അതായത് അവർ KSU പ്രവർത്തകരെ ആക്രമിക്കുകയായിരുന്നു എന്നാണ് കൃത്യമായി കഴിഞ്ഞ ദിവസം KSU പ്രവർത്തകരുടെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമായത്. അതിനുശേഷം പോലീസ് വലിയ രീതിയിലുള്ള സന്നാഹം ഇവിടെ ഒരുക്കിയിരുന്നു. കേരള യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തിന് സമീപം, അതായത് പാളയം മാർക്കറ്റിന് സമീപം വരെ എത്തിയ സംഘർഷം നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ പോലീസ് വലിയ രീതിയിൽ ബുദ്ധിമുട്ടിയിരുന്നു. കാരണം മണിക്കൂറുകളോളം നീണ്ട സംഘർഷം ചില സമയങ്ങളിൽ അവസാനിച്ചു എന്ന രീതിയിലേക്ക് എത്തുകയും പക്ഷെ പിന്നീട് രണ്ടാമത് വീണ്ടും പൊട്ടിപ്പുറപ്പെടുകയും ചെയ്യുകയായിരുന്നു. പോലീസ് പലതവണ ലാത്തി വീശുകയും കണ്ണീർ വാതകം പ്രയോഗിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് അർദ്ധരാത്രിയോടുകൂടിയാണ് അത് സംഘർഷം നിയന്ത്രണത്തിൽ വരികയും ചെയ്തത്. പിന്നീട് അതായത് SFIയുടെയും ഒപ്പം CPM അടക്കം ജില്ലാ നേതാക്കന്മാർ ഇവിടെ എത്തുകയും SFI പ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ നിലയുറപ്പിക്കുകയും ചെയ്തിരുന്നു. റഹീം അടക്കം ഇവിടെ എത്തിയിരുന്നു. അവർ ആരോപിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം പോലീസ് ഇവിടെ നിന്നും പ്രവർത്തകരെ നീക്കുന്നതിൽ വലിയ പരാജയമുണ്ടായി. അതായത് SFI പ്രവർത്തകരെ മാത്രം ഇവിടെ നിന്നും മാറ്റുന്ന ഒരു രീതിയുണ്ടായി. KSU പ്രവർത്തകരെ അവിടെ നിന്നും പോലീസ് ലാത്തി വീശിയും മറ്റും മാറ്റാത്തതാണ് വീണ്ടും സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്താൻ കാരണമായതെന്നാണ് SFIയുടെയും CPMന്റെയും നേതാക്കന്മാർ കഴിഞ്ഞ ദിവസം അടക്കം ആരോപിച്ചത്. ഈ SFI പ്രവർത്തകർ KSUയുടെയും വനിതാ പ്രവർത്തകരെയും മറ്റും ആക്രമിച്ചു എന്ന ആരോപണം KSUവും ഉയർത്തുന്നുണ്ട്. എന്തിനായാലും അതിന്റെ തുടർ ചലനം എന്ന രീതിയിൽ ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് SFIയുടെ മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് സംഘർഷ സാധ്യത മുൻകൂട്ടി കണ്ട് പോലീസ് വലിയ രീതിയിലുള്ള സന്നാഹങ്ങൾ ഇന്ന് ഒരുക്കാനും സാധ്യതയുണ്ട്. കാരണം ഭരണപക്ഷത്തിലേക്ക് UDF എത്തിയതിനു ശേഷം സമരരംഗത്ത് SFIയും DYFയും വലിയ സജീവമാകുന്ന ഒരു കാഴ്ച കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി നമ്മൾ കാണുന്നതാണ്. അതിന്റെ തുടർച്ചയായി ഈ ഒരു സമരത്തെയും കാണേണ്ടതുണ്ട്. മാത്രമല്ല സെക്രട്ടേറിയറ്റിലേക്ക് ഒരു മാർച്ച്, സമര ഗേറ്റ് അടക്കം തുറന്നൊരു സാഹചര്യത്തിൽ അത് എത്രത്തോളം സംഘർഷഭരിതമാവും, അതിൽ പോലീസ് എത്രത്തോളം ക്രിയാത്മകമായി ഇടപെടുമെന്ന് അടക്കമുള്ളത് ഇന്ന് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ്. അനുശ്രീ,
ശരി, ഇന്നലെ കേരള സർവകലാശാലയിലുണ്ടായ സംഘർഷത്തിൽ ഇന്ന് SFI സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുകയാണ്. സാരംഗ് സുധാകരനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ആഭ്യന്തരമന്ത്രി വിളിച്ച വിജിലൻസ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന് തലസ്ഥാനത്ത്. വിജിലൻസ് ആസ്ഥാനത്ത് വെച്ചാകും രാവിലെ 11 മണിക്ക് യോഗം നടക്കുക. പോലീസ് ആസ്ഥാനത്ത് നടന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിന് പിന്നാലെയാണ് വിജിലൻസ് ഉദ്യോഗസ്ഥരുമായും ആഭ്യന്തരമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നത്. പോലീസിന് പുറമെ വിജിലൻസിലും സമഗ്രമായ അഴിച്ചുപണി നടന്നേക്കുമെന്നാണ് സൂചന. ആലപ്പുഴയിൽ നവകേരള സദസ്സിനിടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതച്ച കേസിൽ പുനരന്വേഷണ റിപ്പോർട്ട് ഇന്നുണ്ടായേക്കും. പ്രതികളായ 5 ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്തേക്കും. ഗൺമാൻമാരുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ആലപ്പുഴ കോടതി പരിഗണിക്കും. ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരണ്യ, കൂടുതൽ നടപടികൾ ഉണ്ടായേക്കുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പ്രതികളായ 5 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ MR അജിത് കുമാറിന്റെ ഇടപെടൽ വലിയ തരത്തിലുള്ള ചർച്ചയായിരുന്നു. അതിൽ കൂടുതൽ നടപടികൾക്കുള്ള സാധ്യതയുണ്ടോ? അനുശ്രീ, ഇന്ന് ഈ കേസിൽ ഏറ്റവും നിർണായകമായ ഒരു ദിവസം കൂടിയാണ്. കാരണം ആലപ്പുഴയിൽ ഗൺമാൻമാരെ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് അൽകല്ലൂർ സന്ദീപ്, മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അൽകല്ലൂർ, ഒപ്പം തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥനായ ഈ സന്ദീപ് എന്നിവർ നൽകിയ ജാമ്യാപേക്ഷ ഇന്ന് ആലപ്പുഴ കോടതി പരിഗണിക്കും. ഇവർ മുൻകൂർ ജാമ്യാപേക്ഷയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. SIT ആദ്യ പ്രാഥമിക റിപ്പോർട്ട് ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ആ റിപ്പോർട്ട് പരിശോധിക്കാനിരിക്കെ ജാമ്യാപേക്ഷയ്ക്ക് ഇവർ നീങ്ങിയിട്ടുള്ളത്. പ്രധാനമായും അൽകല്ലൂറും ഒപ്പം തന്നെ സന്ദീപ്, അതുകൂടാതെ അകമ്പടി വാഹനത്തിലുണ്ടായിരുന്ന 3 പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരെ കൂടി കഴിഞ്ഞ ദിവസം പ്രതി ചേർത്തിരുന്നു. ആദ്യഘട്ടത്തിൽ ഈ കേസിൽ അൽകല്ലൂറും ഒപ്പം തന്നെ സന്ദീപും മാത്രമായിരുന്നു പ്രതികളായി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവര് ഇപ്പോൾ ജാമ്യാപേക്ഷ ആലപ്പുഴ സെഷൻസ് കോടതിയിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഇവർ പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമായി തങ്ങൾക്കെതിരെ നടപടിയെടുക്കാനായുള്ള ശ്രമം ഉണ്ടാകുന്നു, തങ്ങളെ കുറ്റക്കാരാക്കാനുള്ള ശ്രമം ഉണ്ടാകുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇവർ ആലപ്പുഴ കോടതിയെ സമീപിച്ചിട്ടുള്ളത്. അതിൽ തന്നെ ഈ കേസിൽ അജയ് ജുവൽ കുര്യാക്കോസും ഒപ്പം തന്നെ AD തോമസും, അതായത് അന്ന് മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാരായിരുന്ന ഇവരുടെ മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസ് ഒപ്പം തന്നെ KSU പ്രവർത്തകരായിരുന്ന അജയും ഒപ്പം തോമസും ഈ കേസിൽ കക്ഷി ചേരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. തോമസ് ഇപ്പോൾ ആലപ്പുഴ മണ്ഡലത്തിൽ നിന്നുള്ള MLA കൂടി ആണ്. അന്ന് തോമസിന്റെ തലയ്ക്കാണ് മർദ്ദനമേറ്റിരുന്നത്. ആവർത്തിച്ച് തലയ്ക്കടിക്കുന്നത് തടയാൻ ശ്രമിച്ചത് കൊണ്ട് മാത്രമാണ് കൂടുതൽ പരിക്ക് ചെറുപ്പക്കാർക്ക് ഉണ്ടാവാതിരുന്നത്. അജയ് ജുവൽ കുര്യാക്കോസിന്റെ കൈയുടെ ഷോൾഡറിന്റെ ഭാഗത്തും പൊട്ടലേൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഒരു പോലീസുകാരന് മർദ്ദനമേൽക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഗൺമാൻമാരുടെ സാഹചര്യത്തിൽ ഈ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ അവർക്ക് വകുപ്പ് തല നടപടി ഉണ്ടാവാനുള്ള സാധ്യത ഏറുന്നുണ്ട്. ഇന്ന് DGP അത് പരിശോധിക്കും, അതായത് റിപ്പോർട്ട് പരിശോധിക്കുമെന്നുള്ള വിവരമാണ് ലഭ്യമായിട്ടുള്ളത്. ഇതിൽ അന്ന് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയായിരുന്ന ചൈത്ര തെരേസ ജോൺ ഈ സംഭവം, അതായത് ഈ സംഭവത്തിൽ കേസ് എടുക്കുന്നതിന് മുൻപ് തന്നെ ഇത് ഗൺമാൻമാരുടെ ഭാഗത്തു നിന്നുണ്ടായത് ചട്ടലംഘനമാണെന്ന് റിപ്പോർട്ട് നൽകിയിരുന്നു. ഈ റിപ്പോർട്ട് അട്ടിമറിക്കപ്പെട്ടു എന്നുള്ള വിവരം പുറത്തേക്ക് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വളരെ കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ ചൈത്ര തെരേസ ജോണിനെ ആലപ്പുഴയിൽ നിന്ന് കൊല്ലത്തേക്ക് സ്ഥലം മാറ്റുകയും ചെയ്തിരുന്നു. ഈ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് MR അജിത് കുമാറിന്റെ ഓഫീസിൽ നടന്ന ഇടപെടലുകളെ കുറിച്ചുള്ള ആക്ഷേപമാണ്. അതായത് ഈ ആലപ്പുഴയിൽ നിന്നുള്ള ക്രൈംബ്രാഞ്ച് DYSP റിപ്പോർട്ട് MR അജിത് കുമാർ എത്തിച്ചപ്പോൾ അത് MR അജിത് കുമാറിന്റെ ഓഫീസിൽ ഇടപെട്ട് ആ കേസ് ഡയറി തിരുത്തി എന്നുള്ള ഗുരുതര ആരോപണം കൂടി ഇതിനകത്തുണ്ട്. അത് സംബന്ധിച്ച നിർണായക വിവരങ്ങളും ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ കേസ് ഡയറിയിലെ തിരുത്തിയതിനു ശേഷം അവിടുത്തെ 2 ഗ്രേഡ് SIമാർ, അതായത് അജിത് കുമാറിന്റെ ഓഫീസിലെ 2 ഗ്രേഡ് SIമാരാണ് ഈ റിപ്പോർട്ട് ഇവർക്ക് നൽകിയിട്ടുള്ളത്. അതായത് ആലപ്പുഴ ക്രൈംബ്രാഞ്ച് DYSPക്ക് നൽകിയിട്ടുള്ളത് എന്നും അത് കോടതിയിൽ നൽകിയ ശേഷം അതിന്റെ ഫയൽ നമ്പർ നൽകണമെന്നുള്ള നിർദ്ദേശം കൂടി അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി, MR അജിത് കുമാറിന്റെ ഓഫീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ള ഗുരുതര കണ്ടെത്തലുകളൊക്കെ ഈ കേസിനകത്ത് ഇപ്പോൾ ഈ SITയുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണത്തിൽ ഉണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ വകുപ്പ് തല നടപടികൾ, അതായത് അൽകല്ലൂറും ഒപ്പം തന്നെ സന്ദീപും മറ്റ് 3 സുരക്ഷാ ഉദ്യോഗസ്ഥരും ഇവർക്കെതിരെയുള്ള വകുപ്പ് തല നടപടികൾക്കൊപ്പം തന്നെ MR അജിത് കുമാറിനും നടപടി ഉണ്ടാകുമോ എന്നുള്ളതാണ് DIG ആയിട്ട് പ്രൊമോഷനാകാൻ ഈ
ഉടൻ പ്രൊമോഷനാകാൻ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ഗുരുതരമായ കാര്യങ്ങളിലേക്ക് അദ്ദേഹം കൂടി എത്തപ്പെടുന്നത് എന്നുള്ളതാണ്. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ട്, അന്നത്തെ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കുന്നതിന് പിന്നിലും അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ ഓഫീസിൽ ഇവർക്ക് വേണ്ടിയുള്ള ഇടപെടൽ, ആഭ്യന്തര വകുപ്പിന്റെ ഓഫീസിൽ നിന്നും ഇവർക്ക് വേണ്ടിയുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ആക്ഷേപം കഴിഞ്ഞ ദിവസം ഈ MLA ആയ അന്ന് മർദ്ദനമേറ്റിട്ടുള്ള തോമസ് ഉൾപ്പെടെ അജയ് കുര്യാക്കോസ് ഉൾപ്പെടെയുള്ളവർ ആരോപിച്ചിരുന്നു. എന്തായാലും ഇന്ന് ഇവരുടെ കേസിൽ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഇതിനകത്ത് കക്ഷി ചേരാനായി അജയും തോമസും ചേർന്നിട്ടുണ്ട്. അവർ കൂടി ഈ കേസിനകത്ത് കക്ഷി ചേരും. ഇന്ന് റിപ്പോർട്ട് തിരുവനന്തപുരത്ത് DGP പരിശോധിക്കുമെന്നുള്ള വിവരമാണ്. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് വകുപ്പ് തല നടപടികൾ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ്. ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഏറെക്കുറെ ഉള്ളത്. കാരണം കൃത്യമായി അട്ടിമറിക്കപ്പെട്ട കേസാണ് എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ് SIT മുന്നോട്ട് പോകുന്നത്. ശരി, ശരണ്യ സ്നേഹജനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ, ലൈംഗികാതിക്രമ കേസിൽ അതിജീവിതം വഴിമാറ്റിയതോടെ മുൻ MLA എൽദോസ് കുന്നപ്പള്ളിക്ക് വൻ ആശ്വാസമാണ്. ഇത്തവണ പെരുമ്പാവൂരിൽ എൽദോസിന് സീറ്റ് നിഷേധിക്കപ്പെട്ടതും ഈ കേസ് മൂലമാണ്. DCC അധ്യക്ഷ സ്ഥാനമടക്കം മുന്നിൽ കണ്ടാകും ഇനി എൽദോസിന്റെ നീക്കമെന്നാണ് സൂചന. TG സജിത്ത് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സജിത്ത്, എൽദോസ് കുന്നപ്പള്ളിക്ക് വലിയൊരു ആശ്വാസമാണ് ഉണ്ടായിരിക്കുന്നത്. അതിജീവിത മൊഴി മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായതോടെ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാനുള്ള വലിയൊരു ചാൻസാണ് എൽദോസിന് ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ നീക്കം ഇനി എങ്ങനെയൊക്കെയായിരിക്കും? എൽദോസ് കുന്നപ്പള്ളിയെ സംബന്ധിച്ച് ഇതൊരു തിരിച്ചുവരവിനുള്ള വഴി തുറക്കലാണ്. നിയമസഭയിൽ പെരുമ്പാവൂരിൽ ഇത്തവണ സീറ്റ് കിട്ടാതെ പോയത് എൽദോസിനെതിരെ ഉണ്ടായ ഈ കേസാണ്. കാരണം ഈ കേസ് നിലനിൽക്കെ MLA ആയി മത്സരിച്ച് നിയമസഭയിൽ മത്സരിച്ച് വരുമ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്തും പിന്നീട് MLA ആയാൽ പോലും ഇത് വെല്ലുവിളി ഉണ്ടാക്കുമെന്നൊരു വിഷയമാണ് ഉണ്ടായിരുന്നത്. ഒടുവിൽ എൽദോസിനെ അനുനയിപ്പിച്ചൊപ്പം നിർത്താൻ കഴിഞ്ഞിരുന്നു എന്നതാണ് സാഹചര്യം. ഇപ്പോൾ ഈ കേസ് എൽദോസ് കുന്നപ്പള്ളിക്ക് രാഷ്ട്രീയ ജീവിതത്തിൽ കടുത്ത പ്രതിസന്ധി ഉണ്ടാക്കി കേസ് ഒരു വഴിത്തിരിവിലെത്തിയിരിക്കുകയാണ്. ഇന്നലെയാണ് നെയ്യാറ്റിൻകര കോടതിയിൽ ഈ യുവതി മൊഴി മാറ്റിയത്. സ്വാഭാവികമായും എൽദോസിനെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമാണ്. ഒരുപക്ഷെ ഈ കേസ് തന്നെ തള്ളിപ്പോവും. ആ സാഹചര്യത്തിലേക്ക് വരികയാണ്. അപ്പോൾ എൽദോസിന് മുന്നിലുണ്ടാവുന്ന സാധ്യതകൾ ഇനി എറണാകുളം ജില്ലയിൽ DCC തലത്തിലടക്കമുള്ള പുനഃസംഘടനകൾ നടക്കാനുണ്ട്. അവിടെ DCC അധ്യക്ഷനെ മാറ്റി പുതിയ ആൾ വരണം. കാരണം അവിടെ മുഹമ്മദ് ഷിയാസ് MLA ആയി കഴിഞ്ഞു. സ്വാഭാവികമായി അവിടെ പുനഃസംഘടന നടക്കും. അപ്പോൾ ആ പൊസിഷനിലേക്കടക്കം എൽദോസിനെ പരിഗണിക്കാനുള്ള സാധ്യത ഏറുന്നു എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. കാരണം MLA സ്ഥാനത്ത് നിന്നും അല്ലെങ്കിൽ നിയമസഭാ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട എൽദോസിന് മറ്റ് ചില പരിഗണനകൾ ഉണ്ടാകുമെന്ന് ഉറപ്പ് നേതൃത്വം നൽകിയിരുന്നു. അങ്ങനെയെങ്കിൽ അത് നൽകുന്നതിന് ഈ കേസ് എന്ന സാങ്കേതികത ഒഴിവാകുന്നു എന്നതാണ് സാഹചര്യം. എൽദോസ് കുന്നപ്പള്ളിയെ സംബന്ധിച്ച് ഒരു തിരിച്ചുവരവിൻ്റെ സാധ്യതയാണ്. ഇന്ന് തിരുവനന്തപുരത്ത് എൽദോസ് കുന്നപ്പള്ളി ഉണ്ട്. അദ്ദേഹം പ്രധാനമായും ഈ വിഷയങ്ങളിലെ ഒരു പ്രതികരണം ഇന്നുണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശരി, TG സജിത്താണ് കൂടുതൽ വിവരങ്ങൾ. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം ഇന്ന്. മന്ത്രി N ഷംസുദ്ദീൻ വൈകിട്ട് 3-ന് ഫലപ്രഖ്യാപനം നടത്തും. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലവും ഇന്ന് പ്രസിദ്ധീകരിക്കും. ഔദ്യോഗിക പ്രഖ്യാപനം നടന്നാലുടൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നമ്മുടെ കേരളം ആപ്പടക്കം 7-ലധികം പ്രത്യേക ലിങ്ക് വഴി വിവരങ്ങൾ തത്സമയം ലഭ്യമാകും. മാർച്ച് 6 മുതൽ മാർച്ച് 28 വരെയാണ് ഈ വർഷത്തെ +2 പരീക്ഷകൾ നടന്നത്. ഇത്തവണ 4.5 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് +2 പരീക്ഷ എഴുതിയത്. സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സാരംഗ്, ഇന്ന് വിദ്യാർത്ഥികളൊക്കെ വലിയ പ്രതീക്ഷയിലിരിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. എത്ര മണിയോടെയാണ് റിസൾട്ട് വരിക? ഏതൊക്കെ വെബ്സൈറ്റുകളിലായിരിക്കും പ്രധാനമായും ഈ റിസൾട്ട് ലഭ്യമാവുക? അനുശ്രീ, ഇന്ന് ആണ് അതായത് UDF സർക്കാർ അധികാരത്തിലേറ്റ് N ഷംസുദ്ദീൻ വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് ആദ്യമായിട്ടുള്ള +2 റിസൾട്ട് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. പത്താം ക്ലാസിന്റെ അതായത് SSLCയുടെ പരീക്ഷാഫലം പ്രഖ്യാപിക്കുന്നതിൽ ചെറിയ രീതിയിലുള്ള കാലതാമസം ഉണ്ടായിരുന്നു. അതായത് ആ സമയത്ത് മന്ത്രിസഭാ രൂപീകരണം അടക്കം പ്രതിസന്ധിയിലായ സമയത്തായിരുന്നു ഈ ഒരു SSLC ഫലത്തിന്റെ ദിവസം എത്തുകയും അത് പിന്നീട് പൊതുവിദ്യാഭ്യാസ അഡീഷണൽ സെക്രട്ടറി പിന്നെ ഈ ഒരു റിസൾട്ട് പ്രഖ്യാപിക്കുകയായിരുന്നു. എന്തായാലും ഇന്ന് വൈകുന്നേരം 3 മണിയോടുകൂടിയാണ് റിസൾട്ട് പ്രഖ്യാപിക്കുന്നത്. വൈകുന്നേരം 3:30 വെബ്സൈറ്റുകളിൽ അതായത് 15ഓളം വെബ്സൈറ്റുകളിൽ ഈ റിസൾട്ട് ലഭ്യമാകും. കാരണം 4 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ ഈ പരീക്ഷ എഴുതി ഫലത്തിനായി കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 1-2 വെബ്സൈറ്റുകളിലല്ല നമ്മുടെ കേരളം ആപ്പിലടക്കം ഈ ഒരു റിസൾട്ട് ലഭ്യമാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം വലിയ രീതിയിലുള്ള വിദ്യാർത്ഥികൾ ഈ റിസൾട്ട് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ 1-2 വെബ്സൈറ്റിൽ മാത്രം ഈ ഒരു റിസൾട്ട്
റിസൾട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് സൈറ്റ് ക്രാഷ് ആവാനടക്കമുള്ള സാധ്യതയുള്ളതുകൊണ്ട് പല സൈറ്റുകളായി ഈ ഒരു റിസൾട്ട് ലഭ്യമാകും. 3 മണിയോടുകൂടി പ്രഖ്യാപനം ഉണ്ടാവുമെങ്കിലും 3:30 മാത്രമായിരിക്കും റിസൾട്ട് വെബ്സൈറ്റിൽ ലഭ്യമാവുക. 4,50,000-ലധികം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയിട്ടുണ്ട്. മാത്രമല്ല ഈ പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഗൾഫ് മേഖലകളിൽ പരീക്ഷ റദ്ദ് ചെയ്തിരുന്നു. അതിലും ഈ ഒരു മോഡൽ പരീക്ഷയുടെ മാർക്ക് ഏകീകരിച്ചുകൊണ്ടുള്ള ഒരു ഫലപ്രഖ്യാപനവും ഇന്ന് നടക്കുകയും ചെയ്യും. ശരി, സാരൻ സുധാകരനാണ് കൂടുതൽ വിവരങ്ങൾ. സംസ്ഥാനത്തെ +1 പ്രവേശനത്തിന് അധിക സീറ്റുകളും ബാച്ചുകളും അനുവദിച്ച് സർക്കാർ ഉത്തരവിറക്കി. 9 ജില്ലകളിലാണ് സീറ്റുകളുടെ എണ്ണം ഉയർത്തിയത്. 7 ജില്ലകളിൽ എല്ലാ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും 30% സീറ്റും 2 ജില്ലകളിൽ 20% സീറ്റുമാണ് വർദ്ധിപ്പിച്ചത്. തിരുവനന്തപുരം, പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകൾക്കും 30% മാർജിനിൽ സീറ്റ് വർദ്ധിപ്പിച്ചത്. കൊല്ലം, തൃശൂർ ജില്ലകളിലെ എല്ലാ സർക്കാർ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകൾക്കും 20% സീറ്റുമാണ് വർദ്ധിപ്പിച്ചത്. 2021, 22, 23 വർഷങ്ങളിൽ അനുവദിച്ചിരുന്ന 313 ബാച്ച് സ്ഥാനത്തിനായുള്ള DK ശിവകുമാർ സമ്മർദ്ദം ശക്തമാക്കി. പ്രശ്നപരിഹാരത്തിനായി മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും ഡൽഹിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. ബാക്കിയുള്ള കാലാവധി തനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം നൽകണമെന്ന് DK ശിവകുമാർ കഴിഞ്ഞ വർഷം മുതൽ ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. TJ സജിത്ത് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സജിത്ത്, കർണാടകയിൽ വീണ്ടും ഈ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം രൂക്ഷമാവുകയാണ്. ചർച്ചയിൽ എന്തെങ്കിലും പരിഹാരമാകാനുള്ള സാധ്യതയുണ്ടോ? ഇപ്പോൾ DK ശിവകുമാറിന്റെ ആവശ്യം അംഗീകരിക്കാനുള്ള സാധ്യത അത് എത്രത്തോളമാണ്? അനുശ്രീ, കോൺഗ്രസിനെ സംബന്ധിച്ച് കർണാടക ഒരു കുഴയ്ക്കുന്ന പ്രശ്നമായി മാറുകയാണ്. 2023 ചുമതലയേറ്റതാണ് അവിടുത്തെ കോൺഗ്രസ് സർക്കാർ. അന്ന് തന്നെ ഉണ്ടായ തർക്കമാണ് DK ശിവകുമാറിനാണോ അല്ലെങ്കിൽ സിദ്ധരാമയ്യക്കാണോ മുഖ്യമന്ത്രി സ്ഥാനം നൽകേണ്ടതെന്ന് സംബന്ധിച്ച്. DK ശിവകുമാറാണ് തെരഞ്ഞെടുപ്പിനെ നയിച്ചതെങ്കിലും അന്ന് സിദ്ധരാമയ്യയുടെ ജനപ്രീതി കണക്കിലെടുത്തുകൊണ്ടാണ്, ഒപ്പം മുതിർന്ന നേതാവെന്ന് കണക്കിലെടുത്തുകൊണ്ടാണ് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം സിദ്ധരാമയ്യക്ക് കൈമാറിയത്. പക്ഷേ അന്ന് മുതൽ തന്നെ 2 അധികാര കേന്ദ്രങ്ങളാണ് സർക്കാരിൽ രൂപപ്പെടുന്നത്. ഒരാൾ ഉപമുഖ്യമന്ത്രിയാണ്, ഒരാൾ മുഖ്യമന്ത്രിയാണ്. DKക്ക് വേണ്ടി വാദിക്കുന്നവർ ഒരു പക്ഷത്തുണ്ട്, സിദ്ധരാമയ്യക്ക് വേണ്ടി വാദിക്കുന്ന മുതിർന്ന നേതാക്കൾ മറുപക്ഷത്തുണ്ട്. ഇതാണ് സാഹചര്യം. ഈ തർക്കം ഇപ്പോൾ ഭരണതലത്തിലും ബാധിക്കുന്നു എന്ന അവസ്ഥയിലേക്ക് വരുമ്പോഴാണ് ഇപ്പോൾ ഇടപെടൽ ഉണ്ടാവുന്നത്. മുമ്പും പല ഘട്ടങ്ങളിലായി DK ശിവകുമാറിന് മുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിലൊക്കെ ഒരു അനുനയ ശ്രമം എന്ന രീതിയിലാണ് മുന്നോട്ട് പോയത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം വ്യത്യസ്തമാണ്. ഒടുവിൽ ഇപ്പോൾ 2 നേതാക്കളെയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. ഹൈക്കമാൻഡുമായുള്ള കൂടിക്കാഴ്ച ഇന്ന് നടക്കും. രാഹുൽ ഗാന്ധിയും ഒപ്പം തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെയും ഒപ്പം KC വേണുഗോപാലും അടക്കമുള്ളവരാണ് ഈ വിഷയത്തിൽ ഈ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത്. എന്തായാലും ഹൈക്കമാൻഡ് ഈ തർക്ക വിഷയങ്ങളിൽ പലപ്പോഴും വിഷയങ്ങൾ നീട്ടിവെച്ചത് വല്ലാത്ത രീതിയിലേക്ക് കൊണ്ടുപോയി എന്നതാണ് കർണാടകയിലെ സാധാരണ നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഒരു വികാരം. മന്ത്രിസഭയിലേക്ക് പോലും ഈ തർക്കം പ്രകടമാവുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ ഘട്ടത്തിലാണ് ഇതിലൊരു തീരുമാനം ആവശ്യപ്പെടുന്നത്. ഇനി അവശേഷിക്കുന്ന ഏകദേശം 1.5 വർഷത്തോളം വരുന്ന സമയം തനിക്ക് വേണം എന്നതാണ് DK ശിവകുമാർ ആവശ്യപ്പെടുന്നത്. ആ ആവശ്യം അദ്ദേഹം ശക്തമായി ഉന്നയിക്കാനുള്ള നീക്കവുമുണ്ട്. അതല്ലെങ്കിൽ പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് പോലും സാധ്യതയുണ്ട് എന്ന സൂചനകളുമുണ്ട്. തീരുന്നില്ല. അതിനുമപ്പുറം മന്ത്രിസഭാ പുനഃസംഘടന എന്ന മറ്റൊരു അജണ്ട കൂടി കർണാടകയിലെ കോൺഗ്രസിന് മുന്നിലുണ്ട്. കാരണം മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കണം. ഇപ്പോൾ മന്ത്രിസഭയിൽ ഉൾപ്പെടാതെ നിൽക്കുന്ന പല പ്രമുഖ നേതാക്കളുമുണ്ട്. അവരെ കൂടി ഉൾപ്പെടുന്ന രീതിയിൽ മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാവണമെന്ന ആവശ്യം കൂടിയുണ്ട്. അപ്പോൾ ഈ കാര്യം കൂടി പരിഗണിച്ചുകൊണ്ടുള്ള തീരുമാനത്തിലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ശ്രമിക്കുന്നത്. അപ്പോൾ കർണാടക സർക്കാരിൽ ഒരു അഴിച്ചുപണിക്കുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. അത് സിദ്ധരാമയ്യ മാറ്റി DK ശിവകുമാർ മുഖ്യമന്ത്രിയാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ പുതിയൊരു മുഖമുണ്ടാവണമെന്ന ആവശ്യമുയരുന്ന ഒരു വിഭാഗമുണ്ട്. DK ശിവകുമാറാണ് പ്രചരണ രംഗത്ത് നേതൃത്വം നൽകിയിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ മുഖ്യമന്ത്രി ആവണം, അദ്ദേഹം തന്നെ നയിക്കണം എന്ന ആവശ്യം ഉന്നയിക്കുന്നവരുണ്ട്. അതേസമയം സിദ്ധരാമയ്യ തന്നെ തുടരണമെന്ന് വാദിക്കുന്ന മറുഭാഗവുമുണ്ട്. ഈ വിഷയത്തിലാണ് തീരുമാനം ഉണ്ടാവേണ്ടത്. മല്ലികാർജ്ജുൻ ഖാർഗെ കോൺഗ്രസ് അധ്യക്ഷൻ തന്നെ കർണാടകയിൽ നിന്നുള്ള വ്യക്തിയാണ്. കർണാടകയിലെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ തീരുമാനം എന്ത് എന്നത് നിർണായകമാണ്. എന്തായാലും ഇരുപക്ഷവുമായി യോജിച്ച് പോകുന്ന ഒരു നിലപാടിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമം നടക്കുന്നത്. തങ്ങൾ ഇരുവരും ഡൽഹിക്ക് പോകുന്നു, എന്തിനാണ് വിളിപ്പിച്ചിരിക്കുന്നത് എന്നറിയില്ല, സംഘടനാ കാര്യങ്ങൾ തീരുമാനമുണ്ടായേക്കും എന്ന ഒരു പ്രതീക്ഷ ഇരു നേതാക്കളും ഇന്നലെ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. എന്തായാലും കർണാടകയ്ക്ക് പുതിയ മുഖ്യമന്ത്രി ഉണ്ടാകുമോ, കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനം എന്തായിരിക്കുമെന്ന കാത്തിരിപ്പിലാണ് എല്ലാവരും. ശരി, കർണാടകയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ നടക്കുകയാണ്. ഇന്ന് നടക്കുന്ന കൂടിക്കാഴ്ചയിൽ കൂടുതൽ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. TJ സജിത്താണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ ഹർഷീന ഇന്ന് സർക്കാർ ജോലിയിൽ പ്രവേശിക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മാതൃ ശിശു കേന്ദ്രത്തിൽ അറ്റൻഡറായാണ് നിയമനം. ഇന്നലെ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ഹർഷീനയ്ക്ക് സർക്കാർ ജോലി ഉറപ്പായത്.
MS അനീഷ് കുമാർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അനീഷ്, ഗുഡ് മോർണിംഗ്. കാലങ്ങളായി നീണ്ടുനിന്ന വലിയൊരു പ്രതിഷേധത്തിനുള്ള ഉത്തരം അല്ലെങ്കിൽ ഒരു പരിഹാരം ഹർഷീനയ്ക്ക് ലഭിച്ചിരിക്കുകയാണോ? ഒടുവിൽ ജോലി ലഭിച്ചിരിക്കുന്നു, സന്തോഷമെന്നാണ് ഹർഷീനയുടെ മറുപടി. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? അനുശ്രീ, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തന്നെ UDF ഏറ്റവും രാഷ്ട്രീയപരമായി ഉപയോഗിച്ച ഒരു പ്രചാരണ വിഷയം കൂടിയായിരുന്നു ഈ ഹർഷീനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവം. അത് ആരോഗ്യ മേഖലയിലെ സംവിധാനങ്ങളുടെ പൂർണ്ണ പരാജയമാണ് വെളിവാക്കുന്നതെന്ന് UDF ആരോപിച്ചിരുന്നു. പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ അത് വ്യക്തിപരമായി ഉപയോഗിക്കുകയും ചെയ്തു. അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു പിന്നാലെ ഹർഷീന ഇന്നലെ തിരുവനന്തപുരത്തെത്തുകയും അദ്ദേഹത്തെയും ആരോഗ്യമന്ത്രി K മുരളീധരനെയും ഒക്കെ സന്ദർശിക്കുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് സർക്കാർ ജോലി നൽകുമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയത്. ഇതിനുശേഷം രാത്രിയോടുകൂടി സർക്കാർ ജോലി, അതായത് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിലെ ഓഫീസ് അറ്റൻഡറായി നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവിറങ്ങുകയും ചെയ്തിരിക്കുന്നത്. നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ആശുപത്രി വികസന സമിതി വഴിയുള്ള നിയമനം ആണ് എന്നാണ്. പക്ഷേ സർക്കാർ ജോലി എന്ന രീതിയിൽ തന്നെ, അല്ലെങ്കിൽ സ്ഥിരം ജോലി എന്ന് തന്നെയാണ് ഹർഷീനെ വെളിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇന്ന് ജോലിയിൽ പ്രവേശിക്കുമ്പോൾ അറിയാം ഏത് തരത്തിലാണ് ജോലിയുടെ സ്വഭാവം. അതായത് ഒരു സ്ഥിര നിയമനം എന്ന രീതിയിലാണോ അതോ ആശുപത്രി സമിതിക്ക് കീഴിലുള്ള നിയമനമാണോ എന്ന കാര്യത്തിലൊരു വ്യക്തത കൈവരുകയും ചെയ്തു. എന്തായാലും നേരത്തെ മന്ത്രി വീണ ജോർജിനെതിരെയൊക്കെ വലിയ വിമർശനങ്ങളുമായി എത്തിയിരുന്ന ഒരു ആൾ കൂടിയാണ് ഹർഷീന. ഹർഷീനയ്ക്ക് 2017 ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പ്രസവ ശസ്ത്രക്രിയക്കിടയിൽ വയറ്റിനുള്ളിൽ കത്രിക, അല്ലെങ്കിൽ ഈ ആർട്ടറി ഫോർസെപ്സ് എന്ന ശസ്ത്രക്രിയ ഉപകരണം കുടുങ്ങിയത്. ഇതിനുശേഷം പിന്നീട് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ വയറ്റിൽ വലിയ രീതിയിലുള്ളൊരു ബുദ്ധിമുട്ട് അനുഭവിക്കും, ശാരീരികമായി തന്നെ ഒരു അവശതകളിലേക്ക് അവർ നീങ്ങുകയും ചെയ്തു. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് നേരത്തെ നടത്തിയ ഈ ശസ്ത്രക്രിയയിൽ തൻ്റെ വയറ്റിനുള്ളിൽ കത്രിക കുടുങ്ങിയ കാര്യം അവർ കണ്ടെത്തുന്നത്. 2022 ശസ്ത്രക്രിയയിലൂടെ ഈ ശസ്ത്രക്രിയ ഉപകരണം പുറത്തെടുക്കുകയും ചെയ്തു. എന്നാൽ ഇതിനു പിന്നാലെ ആണ് അർഹമായ നഷ്ടപരിഹാരം വേണമെന്ന ആവശ്യവുമായി ഹർഷീന രംഗത്തെത്തുന്നത്. 2 ലക്ഷം രൂപയാണ് സംസ്ഥാന സർക്കാർ അവർക്ക് നഷ്ടപരിഹാരമായി നിശ്ചയിച്ചത്. അത് ഒട്ടും പര്യാപ്തമല്ല എന്നൊരു നിലപാടിലേക്ക് ഹർഷീന എത്തി. കാരണം തനിക്ക് ശാരീരികമായ ഒരുപാട് അവശതകൾ നേരിടുന്നുണ്ട്. ഒപ്പം മുൻപോട്ടൊരു ജോലി ചെയ്ത് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് 50 ലക്ഷം രൂപയെങ്കിലും വേണമെന്ന ആവശ്യമായാണ് അവർ മുന്നോട്ട് വന്നത്. അക്കാര്യത്തിലാണ് ഒരു തീരുമാനമെടുക്കാൻ മുൻ LDF സർക്കാർ വിസമ്മതിച്ചത്. പക്ഷേ അന്ന് തന്നെ VD സതീശൻ അടക്കമുള്ളവർ വ്യക്തമാക്കിയിരുന്നു സംസ്ഥാന സർക്കാർ അധികാരത്തിലെത്തിയാൽ ഉചിതമായ നഷ്ടപരിഹാരം ഹർഷീനയ്ക്ക് നൽകുമെന്നത്. എന്തായാലും അക്കാര്യത്തിലാണ് ഇപ്പോൾ ഒരു തീരുമാനമായിരിക്കുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 2 ഡോക്ടർമാർക്കും 2 നഴ്സുമാർക്കുമെതിരെ കേസെടുത്തിരുന്നു. മെഡിക്കൽ ബോർഡ് ഇക്കാര്യത്തിൽ ഒരു അന്വേഷണത്തിന് വേണ്ടി മെഡിക്കൽ ബോർഡിനെ നിയോഗിച്ച് അവർ ഒരു വ്യക്തത ഇക്കാര്യത്തിൽ എവിടെ നിന്നാണ് ഈ കത്രിക ഉള്ളിൽ കുടുങ്ങിയെന്ന കാര്യത്തിൽ ഒരു വ്യക്തത നൽകുന്ന തരത്തിലുള്ള റിപ്പോർട്ടായിരുന്നില്ല നൽകിയത്. പിന്നീട് പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഈ ഹർഷീനയുടെ വയറ്റിനുള്ളിൽ കുടുങ്ങിയ ആ ഉപകരണവും ഒപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഉപകരണവും തമ്മിൽ സാമ്യമുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തു. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ചാർജ് ഷീറ്റ് അടക്കം സമർപ്പിച്ച് വിചാരണ പോലുള്ള നടപടികളിലേക്ക് കടക്കാനിരിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഹർഷീനയ്ക്ക് ഉചിതമായ നഷ്ടപരിഹാരം നൽകുമെന്നും ഇപ്പോൾ ഈ ജോലി ഉത്തരവ് നൽകുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെ 10 മണിക്ക് തന്നെ ഹർഷീന കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തി ജോലിയിൽ ഹാജരാകും. MS അനീഷ് കുമാറാണ് കൂടുതൽ വിവരങ്ങൾ. സംസ്ഥാനത്ത് ഇന്നും മഴ മുന്നറിയിപ്പുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണുള്ളത്. നാളെ 3 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. നവമി ദിനേശ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നവമി, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ പല ജില്ലകളിലും ശക്തമായ രീതിയിൽ തന്നെ മഴ ലഭിക്കുന്നുണ്ട്. ഇനിയും കൂടുതൽ ജില്ലകളിലേക്ക് മഴ ശക്തമാകാനുള്ള സാധ്യതയാണോ കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്? അനുശ്രീ, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും കൊച്ചി നഗരത്തിലേക്ക് വന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിശക്തമായ മഴയായിരുന്നു. പ്രത്യേകിച്ച് രാവിലെ പുലർച്ചെയും വൈകുന്നേരങ്ങളിലുമൊക്കെ ആയിരുന്നു അതിശക്തമായിട്ടുള്ള മഴ ലഭിച്ചിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും ഇന്നും നാളെയും ഒക്കെ ഓറഞ്ച് അലേർട്ടാണ് ജില്ലയിലും പ്രഖ്യാപിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തും വിവിധയിടങ്ങളിൽ ശക്തമായ മഴ ലഭിക്കുന്നുണ്ട്. ഇടിമിന്നലോട് കൂടിയ മഴ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും അത്തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തുവിടുന്നതും. പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിലേക്ക് വന്നാൽ മലയോര മേഖലയിലുള്ളവരോട് ജാഗ്രതാ നിർദ്ദേശം പുലർത്തുവാനായി പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള അതിശക്തമായിട്ടുള്ള മഴ പെയ്ത് വെള്ളപ്പൊക്കത്തിനൊക്കെ സാധ്യതയുള്ളതിനാൽ
മലയോര പ്രദേശത്ത് താമസിക്കുന്നവർ അപകടകരമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ പെട്ടെന്ന് തന്നെ മാറ്റി അവിടെ നിന്ന് മാറി താമസിക്കണം, വിവരം ജില്ലാ ഭരണകൂടത്തെ അറിയിക്കണം എന്നൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഒപ്പം ഈ കടലിൽ പോകുന്നവർ രൂക്ഷമായിട്ടുള്ള കടലാക്രമണം ഉള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രതാ നിർദ്ദേശം, മത്സ്യത്തൊഴിലാളികൾ ഉൾക്കടലിലേക്ക് പോകുന്നതിനും ചെറിയൊരു വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ജാഗ്രതയോടുകൂടി മാത്രമേ പോകാൻ പാടുകയുള്ളൂ, അല്ലെങ്കിൽ ഉൾക്കടലിലേക്ക് പോകരുത് എന്നൊരു ശക്തമായിട്ടുള്ള കാറ്റുണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടെന്ന് കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഒപ്പം തീരപ്രദേശത്ത് താമസിക്കുന്നവർക്കും ഇത്തരത്തിൽ ഒരു മുന്നറിയിപ്പ് ലഭിക്കുന്നുണ്ട്. ഈ പെരിയാറിന്റെ തീരങ്ങളിലൊക്കെ ഉള്ളവർ നിലവിൽ അപകടകരമായിട്ടുള്ള രീതിയിലേക്ക് ജലനിരപ്പ് എങ്ങും തന്നെ ഉയർന്നിട്ടില്ല. ഈ അണക്കെട്ടുകൾ ഉൾപ്പെടെയുള്ളവ നിയന്ത്രണാതീതമായി തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഏതെങ്കിലും തരത്തിലുള്ള വെള്ളപ്പൊക്ക സാധ്യത ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പെരിയാറിലടക്കം വെള്ളം പൊങ്ങുകയാണെങ്കിൽ തീരപ്രദേശത്തുള്ളവർ എത്രയും വേഗം മാറി താമസിക്കണം. അങ്ങനെ പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ജില്ലാ ഭരണകൂടത്തെ വിവരം അറിയിച്ച് അവിടെ നിന്ന് സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്നാണ് നിർദ്ദേശമുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിലൊക്കെ ശക്തമായിട്ടുള്ള മഴ ലഭിക്കും എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. അനുശ്രീ. ശരി നവമി, തുടരുക. മറ്റൊരു വാർത്തയിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതുണ്ട്. താരസംഘടന അമ്മയിലെ പ്രശ്നങ്ങൾ കനക്കുന്നു. കുടുംബസംഗമത്തിലെ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങളോട് ഭാരവാഹികൾ പ്രതികരിച്ചിട്ടില്ല. സ്പോൺസർഷിപ്പിലും സാമ്പത്തിക കാര്യങ്ങളിലും തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും സംഘടനയിൽ ആവശ്യമുയരുന്നുണ്ട്. ജനറൽ ബോഡിയിൽ വിഷയങ്ങൾ ചർച്ച ചെയ്യാമെന്ന നിലപാടിലാണ് മുതിർന്ന താരങ്ങൾ. അതേസമയം ടിനി ടോമിനെതിരെ അൻസിബ ഹസൻ നിയമ നടപടിക്ക് ഒരുങ്ങിയേക്കും. നാമി നൽകും കൂടുതൽ വിവരങ്ങൾ. നാമി, ഇപ്പോൾ അമ്മയിൽ പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. സാമ്പത്തിക തിരിമറി അടക്കം നടന്നിട്ടുണ്ടോ എന്ന സംശയങ്ങളാണ് ഉയർന്നു വരുന്നത്. അതിന് പ്രധാന കാരണമെന്ന് പറയുന്നത് ഭാരവാഹികൾ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു മറുപടി നൽകുന്നില്ല എന്നുള്ളതാണ്. അമ്മയുടെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിശദീകരണത്തിനുള്ള സാധ്യതയുണ്ടോ? അതുപോലെ തന്നെ പരാതി നൽകുക എന്ന തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണോ അൻസിബ? അനുശ്രീ, എന്തായാലും ഇനി കൂടുതൽ പരസ്യ പ്രതികരണത്തിലേക്ക് പോകണ്ട. അത് സംഘടനയിൽ തന്നെ വലിയ രീതിയിൽ അവമതിപ്പുണ്ടാക്കും പൊതുജനങ്ങൾക്കിടയിൽ എന്നൊരു വിലയിരുത്തലാണ് നടന്മാർ ഇപ്പോൾ വിലയിരുത്തുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത മാസം 21-ാം തീയതി ചേരുന്ന ജനറൽ ബോഡി യോഗത്തിൽ വിഷയം വിശദമായി ചർച്ച ചെയ്ത് ഇതൊരു പരിഹാരത്തിലെത്തിക്കുക എന്നൊരു നിർദ്ദേശമാണ് പല മുതിർന്ന താരങ്ങളും മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ജഗദീശനെ പോലുള്ള നടന്മാരൊക്കെ അത്തരത്തിലൊരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ വന്ന് പരസ്പരം പഴിചാരുന്ന അല്ലെങ്കിൽ ചെളിവാരി എറിയുന്ന ഒരു ഘട്ടങ്ങളിലേക്കാണ് നിൽക്കുന്നത്. ഇതിന്റെ യഥാർത്ഥ സംഭവം എന്താണ്, അല്ലെങ്കിൽ ഇതിൽ എന്താണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണങ്ങൾ? പെട്ടെന്ന് അൻസിബയടക്കം സംഘടനയിൽ ഉന്നയിക്കാത്ത പരാതി പൊതുവിടത്ത് മാധ്യമങ്ങൾ വന്ന് ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയതിന്റെ അടിസ്ഥാനം എന്താണെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ജനറൽ ബോഡിയിൽ ഈ വിഷയം ചർച്ച ചെയ്യാമെന്ന് ജഗദീഷ് അടക്കമുള്ള മുതിർന്ന താരങ്ങൾ തീരുമാനിക്കുന്നത്. നിലവിൽ ഈ സംഘടനയിലെ തലപ്പത്ത് ഒരു അഴിച്ചുപണിയുടെ ആവശ്യമുണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത്. പ്രത്യേകിച്ച് വനിതകളായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ വനിതകൾ അതിന്റെ തലപ്പത്തെത്തുമ്പോൾ സംഘടനയെ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നായിരുന്നു ഒരു വിഭാഗം ആളുകളുടെ പ്രതീക്ഷ. പക്ഷെ ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങൾ, അതായത് സംഘടനയിലുള്ളവർ പറയുന്നത് ഈ അമ്മ സംഘടനയുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണോ അതിനെ നശിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോഴുള്ള ഇത്തരത്തിലുള്ള പരസ്പരമായിട്ടുള്ള ആരോപണങ്ങൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ പഴിച്ചാറലൊക്കെ. അപ്പൊ ആ ഒരു കാര്യം മാത്രമല്ല, സംഘടനയുടെ ലക്ഷ്യം എന്താണോ അത് നിറവേറ്റാൻ നിലവിലുള്ള ഭാരവാഹികൾക്ക് കഴിയുമെന്ന വിശ്വാസം കൂടി മുതിർന്ന താരങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വിഷയങ്ങളെ രമ്യമായി പരിഹരിച്ച് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി അല്ലെങ്കിൽ മറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ അംഗങ്ങളെ എല്ലാം ഒന്നിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താനാണ് മുതിർന്ന താരങ്ങളും നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും 21-ാം തീയതി ചേരുന്ന ജനറൽ ബോഡി യോഗത്തിൽ അൻസിബ ഉന്നയിച്ച ഗുരുതരമായിട്ടുള്ള വിഷയം, ടിനി ടോമിനെതിരായിട്ടുള്ള വിഷയം അടക്കം ചർച്ച ചെയ്യും. അതോടൊപ്പം തന്നെ തലപ്പത്ത് ഇനി ഒരു അഴിച്ചുപണി വേണമോ എന്നതിൽ ഭൂരിഭാഗം ആളുകളുടെ അഭിപ്രായം തേടിയിട്ടായിരിക്കും ആ ഒരു നടപടികളിലേക്കൊക്കെ കടക്കുകയുള്ളൂ. അതിനിടയിൽ അൻസിബ ടിനി ടോമിനെതിരെ നിയമ നടപടി സ്വീകരിച്ചേക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഗുരുതരമായിട്ടുള്ള ആരോപണമായിരുന്നു ടിനി ടോമിനെതിരെ അൻസിബ ഉന്നയിച്ചത്. ഇത് പരാതിയായി പോലീസിനടക്കം നൽകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ അൻസിബ ഇതിനെ തുടർന്ന് കൂടുതൽ പ്രതികരണം നടത്തിയിട്ടുമില്ല. ഈ ഒരു അമ്മയുടെ ഒരു യോഗവുമായി ബന്ധപ്പെട്ട്, സംഗമവുമായി ബന്ധപ്പെട്ട ഒരു സ്പോൺസർഷിപ്പ് പണം വാങ്ങിയതുമായി ബന്ധപ്പെട്ടാണ് ഇത്രയും വലിയൊരു ആരോപണങ്ങളിലൊക്കെ തുടക്കം കുറിച്ചത്. അത്
ദല്ലാൽ നന്ദകുമാറിന്റെ ക്ഷേത്രം, ദല്ലാൽ നന്ദകുമാറിന്റെ നടത്തിപ്പിലുള്ള ഒരു ക്ഷേത്രമാണ് അതിൽ സ്പോൺസർഷിപ്പ് നൽകിയത്. അതിനെയായിരുന്നു ഹൻസിബ എതിർത്തത്. പക്ഷെ ഭൂരിഭാഗം ആളുകളും അതിനെ അംഗീകരിക്കുകയും ചെയ്തു. അത്തരത്തിൽ ഹൻസിബയ്ക്ക് വലിയ പ്രശ്നമുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് സംഘടനയ്ക്കുള്ളിൽ പറഞ്ഞില്ല, പ്രസിഡന്റ് എന്ന നിലയിൽ തനിക്ക് പരാതി നൽകിയില്ല എന്നീ കാര്യങ്ങളാണ് ശ്വേതാ മേനോൻ ഉന്നയിക്കുന്നത്. ഈ സ്പോൺസർഷിപ്പിലടക്കം വലിയ സാമ്പത്തിക തിരിമറി നടന്നിട്ടുണ്ടെന്ന കാര്യം കൂടി ഹൻസിബ അടക്കമുള്ളവർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇതെല്ലാം വിശദമായി ജനറൽ ബോഡി യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിനിടയിൽ കൂടുതൽ താരങ്ങൾ ഇന്ന് ചിലപ്പോൾ പ്രതികരണവുമായി വന്നേക്കാം, മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നേക്കാം. അനുശ്രീ. ശരി, നവമി ദിനേശാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ സ്വകാര്യ ആശുപത്രിയിലും ജോലി ചെയ്ത സംഭവത്തിൽ നടപടിക്ക് ശുപാർശ. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് കത്ത് നൽകി. ഓർത്തോ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ എം.എസ്. നിഷാരയാണ് മെഡിക്കൽ കോളേജിൽ നിന്നും 3 മാസത്തെ അവധിയെടുത്ത് സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്തത്. നേരത്തെ നഴ്സിനോട് അപമര്യാദയായി പെരുമാറിയ സംഭവത്തിൽ ഡോക്ടർക്കെതിരെ റിപ്പോർട്ട് വന്നിരുന്നു. ശ്രീജിത്ത് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശ്രീജിത്ത്, വലിയ തരത്തിലുള്ള ഒരു വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. മെഡിക്കൽ കോളേജിൽ നിന്നും അവധിയെടുത്ത് സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്തു എന്ന് പറയുമ്പോൾ അതിൽ കൂടുതൽ നടപടിക്കുള്ള സാധ്യതയുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? അനുശ്രീ, നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. നമുക്കറിയാം, സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ രോഗികളെ കൊണ്ട് തിങ്ങി നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. അവിടെയുള്ള ഡോക്ടർമാരെ കൊണ്ട് പോലും ചികിത്സിക്കാൻ കഴിയാത്ത സാഹചര്യം പല ഘട്ടങ്ങളിലും ഉണ്ടാകാറുണ്ട്. രോഗികൾ ഇങ്ങനെ നട്ടം തിരിയുന്ന ഘട്ടത്തിലാണ് ഒരു ഡോക്ടർ തന്നെ അവിടെ നിന്ന് അവധിയെടുത്ത് ഒരു സ്വകാര്യ ആശുപത്രിയിൽ പോയി ജോലി ചെയ്യുന്നത്. അതായത് ഇത് ചട്ടലംഘനമായി ചൂണ്ടിക്കാട്ടുന്നത് സാധാരണഗതിയിൽ 3 വർഷത്തിന് മുകളിൽ അവധിയെടുത്ത് സർക്കാരിന്റെ അനുമതിയോടുകൂടി മറ്റ് സ്ഥാപനങ്ങളിൽ, മറ്റ് ആശുപത്രികളിലോ മറ്റ് ജോലികളിലോ ഒക്കെ ചെയ്യാം. അങ്ങനെ വിദേശത്തൊക്കെ പോകുന്നവരുണ്ട്. പക്ഷെ അതിന് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് അപേക്ഷ നൽകുകയും അങ്ങനെ സർക്കാർ തലത്തിൽ അംഗീകരിച്ചും വേണം പോവാൻ. ഇവിടെ ഡോക്ടർ എം.എസ്. നിഷാര ചെയ്തത് പിതാവിന്റെ അസുഖത്തിന് ചികിത്സിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ശൂന്യവേതന അവധി, ലോസ് ഓഫ് പേ അവധി 3 മാസത്തേക്ക് എടുത്തത്. അതിനുശേഷം കോട്ടയത്ത് തന്നെ നഗരത്തിന് സമീപമുള്ള കൊടമാടൂരിൽ ഉള്ള സ്വകാര്യ ആശുപത്രിയിൽ ബോർഡ് വെച്ചുകൊണ്ട് തന്നെ ഇയാൾ അവിടെ ചികിത്സിക്കുകയായിരുന്നു. മാത്രമല്ല, ഈ ആശുപത്രിയുടെ വെബ്സൈറ്റിലടക്കം ഇത് ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. ഇത് പരിശോധിച്ചതോടുകൂടിയാണ് വിജിലൻസ് ഉൾപ്പെടെ ഇതിൽ പ്രാഥമിക പരിശോധന നടത്തുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഡോക്ടർക്കെതിരെ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ തന്നെ കത്ത് നൽകിയിരിക്കുന്നത്. ഈ ഡോക്ടർക്കെതിരെ നേരത്തെയും പരാതികൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു നഴ്സിനെതിരെ അപമര്യാദയെ പെരുമാറി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഉള്ള പരാതി ഉണ്ടായിരുന്നു. അതിൽ അന്വേഷണം നടത്തുകയും ഇയാൾ ആ അപമര്യാദയെ പെരുമാറിയെന്ന് വ്യക്തമാകുകയും ചെയ്ത സംഭവം 2025 ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അതിനെല്ലാം പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു ഫലത്തിൽ ഇത് രോഗികളെ കൂടി വലയ്ക്കുന്ന ഒരു നടപടി ആയി ഫലത്തിൽ മാറുന്നത്. കാരണം അവിടെയുള്ള ഒരു ഡോക്ടറുടെ സേവനം കിട്ടേണ്ടതാണ്. ഇനി താൽക്കാലിക ഡോക്ടർമാരെയോ അല്ലെങ്കിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പോലും സ്ഥിര ഡോക്ടർമാരെ വെച്ചുകൊണ്ട് തന്നെ കാര്യങ്ങൾ പോകുന്നതിന് വേണ്ടിയാണ് സർക്കാർ ഇത്തരം നിയമനങ്ങൾ നടത്തുന്നത്. അങ്ങനെയാണ് ആ ഘട്ടത്തിലാണ് സർക്കാരിനെ കബളിപ്പിച്ചുകൊണ്ട് ഇങ്ങനൊരു നടപടിക്ക് ഒരു ഡോക്ടർ തന്നെ, അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ തന്നെ മുതിർന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇനി മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറാണ് തുടർ നടപടി സ്വീകരിക്കേണ്ടത്. സ്വാഭാവികമായും വിജിലൻസും ഇക്കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ അന്വേഷണം പൂർത്തിയായ ശേഷമായിരിക്കും ഡോക്ടർക്കെതിരെ എന്ത് നടപടി എന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുക. അനുശ്രീ. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. മോഡലിംഗിന്റെ മറവിലെ സെക്സ് റാക്കറ്റ് കേസിലെ 2 പ്രതികൾക്കായുള്ള കസ്റ്റഡി അപേക്ഷ ഇന്ന് നൽകും. അലീന, മഞ്ജിമ എന്നീ പ്രതികൾക്കായാണ് എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകുക. കേസിലെ പ്രധാന പ്രതികളായ സിന്ധുവിനും ബിലാലിനും വേണ്ടി അടുത്ത ദിവസം തന്നെ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. കൊല്ലമഞ്ചലിയിൽ പോലീസുകാരന്റെ ബുള്ളറ്റ് കത്തിച്ച കേസിൽ വഴിത്തിരിവ്. സംഭവത്തിൽ ശൂരനാട് സ്വദേശി ആരതി, ഇടുക്കി സ്വദേശി ഗായത്രി എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസുകാരനായ വിവേകും ആരതിയും തമ്മിലുള്ള വ്യക്തിപരമായ പ്രശ്നമാണ് ബൈക്ക് കത്തിക്കാൻ കാരണമെന്ന് പോലീസ് പറയുന്നു. മനോജ് അപ്പുക്കുട്ടൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മനോജ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ വലിയൊരു വഴിത്തിരിവാണ് ഈ കേസിൽ സംഭവിച്ചിരിക്കുന്നത്. എന്താണ് ഇതിന് പിന്നിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നത് വ്യക്തമാണോ? അനുശ്രീ, ഗുഡ് മോർണിംഗ്. ഞായറാഴ്ചയോടുകൂടിയാണ് ആറന്മുള പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ ആർച്ചൽ പാലവിള വീട്ടിൽ വിവേകിന്റെ വീട്ടുമുറ്റത്തിരുന്ന ബുള്ളറ്റ് രാത്രിയിൽ കത്തിച്ചത്. ഇതിനെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ യാതൊരു തുമ്പും കിട്ടാത്ത നിലയിലായിരുന്നു കാര്യങ്ങളുടെ പോക്ക്. CCTV ദൃശ്യങ്ങളിൽ 2 സ്ത്രീകൾ നടന്നു പോകുന്ന ദൃശ്യങ്ങൾ മാത്രമേ അത് ലഭിച്ചിരുന്നുള്ളൂ. അതും വ്യക്തമല്ലാത്ത ദൃശ്യങ്ങളാണ്.
പിന്നീട് അവരെത്തിയ ഓട്ടോറിക്ഷയിലെ ഡ്രൈവർക്ക് ഗൂഗിൾ പേ നൽകിയതിന്റെ രേഖകളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് യഥാർത്ഥ ചിത്രം വ്യക്തമാകുന്നതും. ഓട്ടോക്കാരന്റെ കൂടി സഹായത്തോടു കൂടിയാണ് ഈ സ്ത്രീകളുടെ ചിത്രം വരയ്ക്കുകയും അത് ഓട്ടോറിക്ഷ തൊഴിലാളി തിരിച്ചറിയുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികളിലേക്ക് എത്തുന്നതും പ്രതികളെ അറസ്റ്റിലാക്കുന്നതും. ഇതില് അറസ്റ്റിലായ ആരതിയും വിവേകവും തമ്മിലുള്ള വിവാഹ നിശ്ചയവുമായി ബന്ധപ്പെട്ടുള്ള ചില വിഷയങ്ങൾ ഉണ്ടാവുകയും അത് പിന്നീട് പിണങ്ങിപ്പിരിയുകയും ചെയ്തതിന്റെ വൈരാഗ്യമാണ് ബുള്ളറ്റ് കത്തിക്കാൻ ഇടയായതെന്നുമാണ് ലഭിക്കുന്ന പ്രാഥമികമായ വിവരങ്ങൾ. എന്നാൽ ഇവര് ഞായറാഴ്ചയോടുകൂടി പോലീസ് ആർത്തലിലെത്തി ഇവർ ലൈബ്രറിക്ക് സമീപം ഒളിച്ചിരുന്നതിന് ശേഷമാണ് വിവേകന്റെ വീട്ടുമുറ്റത്തെത്തി ബൈക്ക് കത്തിക്കുന്നത്. അതുകൂടാതെ ഒരു യുവജന സംഘടനയുടെ പേരിൽ ഭീഷണിപ്പെടുത്തുന്ന നിലയിലുള്ള ഒരു കത്തും അവിടെ എഴുതി വെച്ചിരുന്നു. എന്നാൽ ഈ യുവജന സംഘടനയുടെ ആൾക്കാർ പിന്നീട് തങ്ങളുടെ ആൾക്കാരിൽ പ്രതികരിക്കുകയൊക്കെ ചെയ്തു. എന്തായാലും 2 സ്ത്രീകളെയും പോലീസ് പിടികൂടുകയും തെളിവെടുപ്പിനായി എത്തിക്കുകയും ചെയ്തു. വളരെ സുരക്ഷിതമായി ആ ചിത്രങ്ങളൊന്നും മാധ്യമങ്ങൾക്ക് ലഭിക്കാത്ത നിലയിൽ വളരെ മുഖമൊക്കെ മൂടിക്കെട്ടിയ നിലയിലാണ് ഇവിടെ തെളിവെടുപ്പിനായി എത്തിച്ചത്. തെളിവെടുപ്പ് കഴിഞ്ഞ് പോകുന്ന വഴിക്ക് ഒരു കുട്ടി വിഷം കഴിക്കുകയും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സംഭവത്തെക്കുറിച്ച് കൂടുതൽ വിശദമായ അന്വേഷണം നടത്തും എന്ന നിലയിലാണ് ഇപ്പോൾ അഞ്ചൽ പോലീസ് നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത്. ശരി, കൊല്ലം അഞ്ചലിലാണ് പോലീസുകാരന്റെ ബുള്ളറ്റ് കത്തിച്ച സംഭവത്തിൽ വലിയ വഴിത്തിരിവുണ്ടായിരിക്കുന്നത്. ഇപ്പോൾ 2 സ്ത്രീകളെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. മനോജ് അപ്പുക്കുട്ടനാണ് കൂടുതൽ വിവരങ്ങൾ നൽകുന്നത്. കാസർഗോഡ് ജില്ലയിൽ നിർമ്മാണം പൂർത്തിയാക്കും മുൻപ് വീണ്ടും ടോൾ പിരിവിനൊരുങ്ങി ദേശീയപാത അതോറിറ്റി. സർവീസ് റോഡ് ഉൾപ്പെടെ അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കാതെയാണ് പെരിയ ചാലിങ്കാലിൽ ടോൾ പ്ലാസയുടെ നിർമ്മാണം അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുന്നത്. ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് കുമ്പളയിൽ അടച്ചുപൂട്ടിയ ടോൾ പ്ലാസയാണ് ചാലിങ്കാലിൽ അതിവേഗം നിർമ്മാണം പുരോഗമിക്കുന്നത്. ദേശീയപാതയിൽ കാസർഗോഡ് ജില്ലയിൽ ടോൾ പ്ലാസ ആരംഭിക്കുന്ന ചാലിങ്കാലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ സർവീസ് റോഡ് ഉൾപ്പെടെ നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് മുമ്പ് ടോൾ പിരിക്കാനുള്ള നടപടിയാണ് ഇപ്പോൾ ദേശീയപാത അതോറിറ്റി ആരംഭിച്ചിട്ടുള്ളത്. എന്നാലും വലിയ പ്രതിഷേധമാണ് ജനങ്ങളിൽ നിന്ന് ഉയരുന്നത്. നമ്മോടൊപ്പം ഇവിടുത്തെ പ്രദേശവാസികൾ തന്നെ ചേരുന്നു. എന്താണ് നിലവിലെ ഒരു സാഹചര്യം? ഇവിടെ ഇപ്പോൾ ടോൾ പ്ലാസ ആരംഭിക്കാനുള്ള നടപടികളാണ് മുന്നോട്ട് പോകുന്നത്. നാട്ടുകാർക്ക് ഇതിൽ എന്തെങ്കിലും ഒരു വ്യക്തതയുണ്ടോ? ഞങ്ങൾ ഇവിടെ കേട്ടുകേൾവി എന്താണെന്ന് ചോദിച്ചാൽ ജൂൺ 15 ടോൾ ആരംഭിക്കുമെന്നാണ്, പിരിവ് ആരംഭിക്കുമെന്നാണ്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തതയും ഈ ജോലിയെ സംബന്ധിച്ചോ ഇതിൻ്റെ ലേ ഔട്ടിനെ സംബന്ധിച്ചോ ഇല്ല. കാരണം പല ഉദ്യോഗസ്ഥന്മാരുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഓരോ ഉദ്യോഗസ്ഥരും ഓരോ തരം വിശദീകരണങ്ങളാണ് ഞങ്ങൾക്ക് തരുന്നത്. ഒരു പ്രാവശ്യം കണ്ട ഉദ്യോഗസ്ഥനെ രണ്ടാമത് കാണാൻ കിട്ടില്ല. കാരണം ഒരു ജോലി ചെയ്യുമ്പോൾ പുള്ളിയോട് നാട്ടുകാരെന്ന നിലയിൽ ഞങ്ങൾ ഇത് എങ്ങനെയാണ് പോകുകയെന്ന് ചോദിക്കുമ്പോൾ കുറേ ഉറപ്പുകൾ തരും. പക്ഷെ രണ്ടാമത് ആ പുള്ളിയോട് ചോദിക്കാൻ അയാൾ ഉണ്ടാവില്ല. അത് കമ്പനിയുടെ തന്ത്രമാണോ അതോറിറ്റിയുടെ തന്ത്രമാണോ എന്ന് ഞങ്ങൾക്കറിയില്ല. ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഈ ഭാഗത്ത് നേരത്തെ ഒരു സർവീസ് റോഡിൻ്റെ പണികൾ നടന്നിരുന്നു. കുറച്ചപ്പുറത്ത് വരെ അത് പൂർത്തിയാക്കിയിരുന്നു. അവിടെ നിന്ന് കിഴക്കോട്ടൊരു റോഡുണ്ട്. ഏകദേശം 200ഓളം കുടുംബങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട്. ആ റോഡിലേക്ക് പോകുന്ന സർവീസ് റോഡ് കട്ട് ചെയ്തിട്ടാണ് ഇപ്പം കംഫർട്ട് സ്റ്റേഷൻ പണിതിരിക്കുന്നത്. അപ്പോൾ അതിനപ്പുറത്തേക്ക് റോഡില്ല. എന്ന് വെച്ചാൽ തെക്ക് ഭാഗത്ത് നിന്ന് വരുന്ന വണ്ടികൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ അടുത്തുള്ള അണ്ടർപാസിലൂടെ തിരിഞ്ഞ് വന്നാൽ പോലും ഈ ഭാഗത്തേക്ക് എങ്ങനെ വരും എന്നതിന് വ്യക്തതയില്ല. ഇതേ അവസ്ഥയാണ് റോഡിൻ്റെ പടിഞ്ഞാറും. ഇപ്പം നടക്കുന്ന ഒരേ ഒരു പണി ഈ ടോൾ ബൂത്തിൻ്റെ ടോൾ പ്ലാസയുടെ പണി തീർക്കുകയാണ്. അവർ സെൻസർ അടക്കം ഫിറ്റ് ചെയ്തു. വടക്കോട്ട് പോകുന്നതിനുള്ള സജ്ജീകരണങ്ങൾ ആ ഭാഗത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ അവസ്ഥയിൽ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒരു വ്യക്തതയില്ല. ഞങ്ങളുമായിട്ട് ഇവർ ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. ഈ അവസ്ഥയിൽ ഇവർ ടോൾ പിരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും നാട്ടുകാരെല്ലാവരും സംഘടിക്കും. നമ്മൾ ഇവിടെ നേരത്തെ ഈ നിർമ്മാണം പൂർത്തീകരിക്കാത്തതുകൊണ്ട് അപകടമുണ്ടായിട്ടുണ്ട്, ആളുകൾ മരണപ്പെടുന്ന സാഹചര്യമുണ്ട്. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. നിലവിലെ ഒരു സാഹചര്യം നിർമ്മാണം പൂർത്തിയായിട്ടില്ല. പ്രത്യേകിച്ച് ഈ 2ാം റീച്ചാണ് പ്രധാനപ്പെട്ട പ്രശ്നം, ചെങ്കള മുതൽ തളിപ്പറമ്പ് വരെ. ബാസ്കറ്റ് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? എന്താണ് ഇവരുടെ നീക്കം? ഇനി നാട്ടുകാർ ഇത് ഏത് രീതിയിലായിരിക്കും പ്രതിരോധിക്കുക? നാട്ടുകാരുടെ ആശങ്ക ആദ്യമേ അകറ്റണം. അത് അകറ്റാൻ മാത്രമേ നാട്ടുകാർ സഹകരിക്കൂ. ഇവിടെ മൊത്തത്തിൽ പറഞ്ഞ് നിങ്ങൾക്ക് കാണും, ഈ തൊട്ടടുത്ത് തന്നെ ഒരു ബസ് മറിഞ്ഞ ഒരാൾ മരിച്ചു. യൂണിവേഴ്സിറ്റിൻ്റെ അടുത്ത് അപ്പുറത്ത് 2 പേർ മരിച്ചു. ഇതിൻ്റെ പ്രവർത്തനത്തിന് ഇതിൻ്റെ സാങ്കേതികത്വത്തിനൊക്കെ നമുക്ക് നാട്ടുകാർക്ക് സംശയമുണ്ട്. പക്ഷേ നമുക്കിതിൽ ഇടപെട്ടിട്ട് ആരോട് ചോദിക്കാനോ പറയാനോ ഇല്ല. ഇത് നേരത്തെ ഹംസൊക്കെ പറഞ്ഞ മാതിരി ഓരോ ദിവസം ഓരോ പണിക്കാരും ഓരോ സൂപ്പർവൈസർമാരാണ് വരുന്നത്. നാട്ടുകാരെ സംബന്ധിച്ച് അവർക്ക് സ്വൈര്യമായി ജീവിക്കാനുള്ള അവസരം ഇവിടെ ഉണ്ടാകണം. ഹൈവേ വികസനം വരുന്ന പറഞ്ഞ് നാട്ടുകാരുടെ ജീവിതം ബുദ്ധിമുട്ടിച്ചുകൊണ്ടിട്ട് വികസനം നാട്ടുകാർക്ക് വേണ്ട. നാട്ടുകാരുടെ വിശ്വാസത്തിലെടുത്ത് ഇവിടുത്തെ ഡ്രൈനേജിൻ്റെ പ്രവൃത്തി, അതുപോലെ തന്നെ മറ്റ് പ്രവൃത്തി, പിന്നെ സർവീസ് റോഡിൻ്റെ പ്രവൃത്തി എല്ലാം പൂർത്തീകരിച്ചാൽ പൂർണ്ണമായും നാട്ടുകാർ ഇതിനുവേണ്ടി സഹകരിക്കും. തലപ്പാടി മുതൽ തളിപ്പറമ്പ് വരെ
കാസർഗോഡ് ജില്ലയിലെ 1ഉം 2ഉം റീച്ചാണ്. അതിൽ 1ാം റീച്ച് നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. പക്ഷേ 2ാം റീച്ചിലാണ് മെഗാ കൺസ്ട്രക്ഷനെതിരെ വലിയ ആരോപണമാണ് ഉയർന്നു വന്നത്. പലയിടങ്ങളിലും നിർമ്മാണം പൂർത്തീകരിച്ചിട്ടില്ല. കാലവർഷം ശക്തി പ്രാപിച്ചാൽ പല സ്ഥലത്തും വെള്ളക്കെട്ടുണ്ടാകുന്ന സാഹചര്യമുണ്ട്. ഇതിനിടയിലാണ് ഇത്തരത്തിൽ ടോൾ പിരിക്കാനുള്ള നീക്കവുമായി ദേശീയപാത അതോറിറ്റി മുന്നോട്ട് പോകുന്നത്. ഏതായാലും വലിയ പ്രതിഷേധം ഇതിനെതിരെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രദേശവാസികൾ പറയുന്നത്. കെ ബി ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. അരനൂറ്റാണ്ട് മുൻപ് സർക്കാർ പട്ടയം നൽകിയ ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിനായി ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് വാഗമണിലെ 14 കുടുംബങ്ങൾ. പട്ടയം ലഭിച്ച ഭൂമിക്ക് സ്വകാര്യ തോട്ടമുടമകൾ അവകാശം ഉന്നയിച്ചതോടെയാണ് പട്ടയുടമകൾ പ്രതിസന്ധിയിലായത്. വാഗമൺ ബോണാമയിൽ 1977-78 കാലത്താണ് 14 കുടുംബങ്ങൾക്ക് സർക്കാർ ഭൂമി അനുവദിച്ചത്. എന്നാൽ പിന്നീട് സ്വകാര്യ തേയിലത്തോട്ടമുടമകൾ ഈ ഭൂമിക്ക് അവകാശമുന്നയിച്ചു. ഇതോടെ ഭൂമിക്ക് കരമടയ്ക്കാനോ സ്ഥലം പോക്കുവരവ് ചെയ്യാനോ കഴിഞ്ഞില്ല. ഇതിനിടെ പട്ടയുടമകളിൽ പലരും മരിച്ചു. ഇതോടെ ഇവരുടെ അനന്തരാവകാശികൾ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന് പരാതി നൽകി. തുടർന്ന് കമ്മീഷൻ തോട്ടമുടമകളോട് ഭൂമിയുടെ രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും ഇവർക്ക് രേഖകൾ നൽകാൻ കഴിഞ്ഞില്ല. ഇതോടെ പട്ടയുടമകളായ 14 പേരുടെയും ഭൂമി 3 മാസത്തിനകം പോക്കുവരവ് ചെയ്ത് നൽകാൻ കമ്മീഷൻ 4 വർഷം മുൻപ് ഉത്തരവിട്ടെങ്കിലും ഇത് ഇതുവരെയും നടപ്പിലാക്കിയില്ല. 3 മാസത്തിനകം ഈ ബാക്കിയുള്ള 14 പേർക്ക്, ബാക്കിയുള്ള 6 പേർക്ക്, ഞങ്ങളെ 4 പേരെ പോയത് അവർക്കൊണ്ടേ 3 മാസത്തിനകം പോക്കുവരവ് ചെയ്ത് പട്ടയം സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞ് വിധി പറഞ്ഞു. പിന്നെ രണ്ടാമത് ഒരു അദാലത്ത് നടക്കും. അതിലേയും പറഞ്ഞ് 1 മാസം ചെയ്യണം. മൂന്നാമതും പറഞ്ഞു. ഇത്ര ചെയ്തിട്ട് ഇതുവരെ നടത്തിയിട്ടില്ല. നിലവിൽ ഈ കേസ് കാര്യങ്ങളായിട്ട് പോകുമ്പോൾ എസ്റ്റേറ്റുകാരുടെ സ്ഥലമാണെന്ന് പറഞ്ഞ് കുറേ നാൾ അതിന് പുറകെ നടന്ന് പിന്നെ ഗവൺമെൻറ് വന്ന് അതിൻ്റെ സീലൊക്കെ വെച്ചിട്ട് പോയി. ഇതൊക്കെ ഞങ്ങളുടെ ഒറിജിനൽ സ്ഥലം പട്ടയത്തിൽ തന്ന സ്ഥലത്തിന് ഇതുവരെ പോക്കുവരത്തും ചെയ്തിട്ടില്ല. 50 വർഷം മുൻപ് ലഭിച്ച പട്ടയഭൂമിയിൽ ഇപ്പോഴും സ്വകാര്യ തോട്ടം ഉടമകൾ വേലി കെട്ടി തിരിച്ച് കൃഷി ചെയ്യുന്നുണ്ട്. അതേസമയം ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിനായി നിർധനരായ തോട്ടം തൊഴിലാളി കുടുംബങ്ങൾ ഇപ്പോഴും നിയമ പോരാട്ടത്തിലാണ്. ന്യൂസ് 18, ഇടുക്കി. പാതയോരത്തെ ആൽമരം നാട്ടുകാരുടെ ജീവന് ഭീഷണിയാവുന്നതായി പരാതി. ഇടുക്കി തോപ്രാംകുടി ടൗണിലാണ് ഏത് സമയം ഒടിഞ്ഞു വീഴാൻ പാകത്തിന് ആൽമരം നിൽക്കുന്നത്. പലതവണ അധികൃതരെ ബോധ്യപ്പെടുത്തിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി. വൃക്ഷങ്ങളിൽ ഏറ്റവും പ്രധാനിയായ ഏറെ സവിശേഷതകളുള്ള ഒരു ആൽമരമാണ് ഇപ്പോൾ നാടിനാപത്തായി മാറിയിരിക്കുന്നത്. ഇടുക്കി വാത്തിക്കുടി പഞ്ചായത്തിലെ പ്രധാന ടൗണായ തോപ്രാംകുടിയിലാണ് സംഭവം. ടൗണിൽ നിൽക്കുന്ന ആൽമരത്തിന്റെ ശിഖരങ്ങൾ ദ്രവിച്ച് ഏത് സമയവും നിലംപതിക്കാമെന്ന നിലയിലാണ്. ആൽമരത്തിന് സമീപം എപ്പോഴും ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നത് പതിവാണ്. മരത്തിന്റെ ശിഖരങ്ങൾക്കിടയിലൂടെ 11 kV വൈദ്യുതി ലൈനും കടന്നുപോകുന്നുണ്ട്. ശിഖരങ്ങൾ ഒടിഞ്ഞു വീണാൽ നിരവധി വൈദ്യുതി തൂണുകളും തകർന്നു വീഴും. കുട്ടികളും ജനങ്ങളും ആയിരക്കണക്കിന് ആൾക്കാർ തിങ്ങിക്കുന്ന സ്ഥലത്താണ് ഈ ആലിങ്ങനെ നിൽക്കുന്നത്. വലിയ അപകടം ഒഴിവാക്കുന്നതിന് മുമ്പ് പഞ്ചായത്തോ സർക്കാരോ കൂടി ഇലക്ട്രിസിറ്റിയിൽ കൂടിയിട്ട് ഒന്നുകിൽ പോസ്റ്റ് മാറ്റുക, അല്ലെങ്കിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കി. ഇക്കാര്യം നിരവധി തവണ പഞ്ചായത്തിനെയും വൈദ്യുതി വകുപ്പിനെയും നാട്ടുകാർ ബോധ്യപ്പെടുത്തിയെങ്കിലും ഫലമുണ്ടായില്ല. വർഷങ്ങൾക്ക് മുൻപ് ഇത്തരത്തിൽ അപകട ഭീഷണിയായ ശിഖരങ്ങൾ നാട്ടുകാരുടെ സമ്മർദ്ദത്തെ തുടർന്ന് വെട്ടിമാറ്റിയിരുന്നു. കാലവർഷം അടുത്ത സാഹചര്യത്തിൽ കാറ്റ് വീശുമ്പോൾ വലിയ അപകട സാധ്യതയാണ് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത്. പഞ്ചായത്തും വൈദ്യുതി വകുപ്പും ഇടപെട്ട് ആൽമരത്തിന്റെ ശിഖരങ്ങൾ മുറിച്ചുമാറ്റി അപകട ഭീഷണി ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18, ഇടുക്കി. ഹജ്ജിന്റെ പ്രധാന കർമ്മമായ അറഫ സംഗമത്തിനായി ഹാജിമാർ ഇന്ന് നീങ്ങും. മിനായിൽ താമസിക്കുന്ന ഹാജിമാർ സുബിഹി നിസ്കാര ശേഷം മക്കയിൽ നിന്ന് അറഫാത്തിലേക്ക് പോകും. ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നെത്തിയ 18 ലക്ഷത്തോളം വിശ്വാസികൾ ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. ഇത്തവണ 162 രാജ്യങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരാണ് ഹജ്ജിനെത്തിയിട്ടുള്ളത്. അറഫയിൽ പ്രാർത്ഥനയിൽ കഴിയുന്ന തീർത്ഥാടകർ അസ്തമയത്തോടെ മുസ്ദലിഫയിലേക്ക് നീങ്ങും. രാത്രി അവിടെ അന്തിയുറങ്ങി നാളെ രാവിലെ വീണ്ടും മിനായിൽ തിരിച്ചെത്തും. 3 ദിവസത്തെ രാപ്പാർപ്പും ബലികർമ്മവും ജംറകളിലെ കല്ലേറും പൂർത്തിയാകുന്നതോടെ ഹജ്ജ് കർമ്മങ്ങൾക്ക് സമാപനമാകും. ഖത്തറിൽ സമാധാന ചർച്ചകൾ നടക്കാനിരിക്കെ ഇറാനെതിരെ വ്യോമാക്രമണവുമായി US. തെക്കൻ നഗരമായ ബന്ദർ അബ്ബാസിലും ഹോർമുസ് കടലിടുക്കിലെ വിവിധ മേഖലകളിലും സ്ഫോടന ശബ്ദം കേട്ടതായി റിപ്പോർട്ടുണ്ട്. സ്വയം പ്രതിരോധം എന്ന നിലയിലായിരുന്നു ആക്രമണമെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഇതിനിടെ ഇറാൻ ഉൾപ്പെടെയുള്ള പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ എബ്രഹാം ഉടമ്പടിയുടെ ഭാഗമാക്കണമെന്ന ട്രംപിന്റെ പുതിയ നിബന്ധനയും സമാധാന ചർച്ചകളെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്.
ജവഹർ കൾച്ചറൽ സൊസൈറ്റി ഏർപ്പെടുത്തിയ ജവഹർ പുരസ്കാരം ന്യൂസ് 18 കേരള സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ജി ശ്രീജിത്തിന്. മാധ്യമരംഗത്തെ മികവാർന്ന പ്രവർത്തനങ്ങൾക്കാണ് പുരസ്കാരം. മികച്ച സാമൂഹിക പ്രവർത്തകനുള്ള പുരസ്കാരത്തിനായി കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫിനെ തെരഞ്ഞെടുത്തു. ചാണ്ടിയുമ്മൻ MLA ആണ് മികച്ച നിയമസഭാ സാമാജികർക്കുള്ള പുരസ്കാരം. നെഹ്റുവിന്റെ ചരമദിനമായ 2026 മെയ് 27 ബുധനാഴ്ച വൈകുന്നേരം 4:30 കോട്ടയം നാഗമ്പടം ഹോട്ടൽ സീസർ പാലസിൽ വെച്ച് നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാര വിതരണം. കേരള നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ജലസേചന വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ്, ചീഫ് വിപ്പ് അപ്പു ജോൺ ജോസഫ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. ഇനി ഇന്നത്തെ സ്പെഷ്യൽ സെഗ്മെന്റിലേക്കാണ്, സ്പെഷ്യൽ ഡേയിലേക്ക്. തിരുവനന്തപുരം സ്വദേശികളായ നിത്യ P. നായർ, നന്ദകുമാർ ദമ്പതികളുടെ മകൾ ഋതിക നന്ദകുമാറിന്റെ 6ാം പിറന്നാളാണിന്ന്. ഞങ്ങളുടെ സഹപ്രവർത്തക കൂടിയാണ് നിത്യയുടെ മകളുടെ പിറന്നാളാണ്. ഋതിക കുട്ടിക്ക് എല്ലാവിധ പിറന്നാൾ ആശംസകളും ന്യൂസ് 18 കുടുംബത്തിന്റെ പേരിൽ ഞങ്ങൾ നേരുകയാണ്. CM കിഡ്സ് സ്കോളർഷിപ്പിൽ ഉന്നത വിജയം നേടിയ മലപ്പുറം അരീക്കോട് സ്വദേശി ദേവമിത്രയ്ക്ക് ആശംസകൾ അറിയിച്ചിരിക്കുകയാണ് മാതാപിതാക്കളായ നിതീഷും രാജിയും. ദേവമിത്രയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ് ഞങ്ങൾ. രാവിലെയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.